ഗ്രഹണം, പൂർണ്ണ ചന്ദ്രഗ്രഹണമാണിന്ന്. സൂര്യപ്രകാശത്തെ ഭയക്കുന്ന പ്രേതാത്മാക്കൾ കരുത്താർജിക്കുന്ന സമയം. ചന്ദ്രനിൽ പ്രതിഫലിക്കുന്ന സൂര്യന്റെ അവസാന തരി വെളിച്ചവും നഷ്ടമാകുന്ന, ഭൂമിയെ കൂരിലിട്ട് വിഴുങ്ങുന്ന ദുഷ്ടാരൂപികളുടെ സമയം. നിങ്ങൾ സംസാരിക്കുന്ന ഞാൻ സംസാരിച്ചു ഒരാളെ അധിക്ഷേപിച്ചില്ല, പക്ഷെ ഒരു കലാകാരന്മാരുള്ള സമൂഹത്തെ മൊത്തത്തിലല്ലേ അധിക്ഷേപിക്കുന്ന എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ അതിൽ ക്വസ്റ്റ്യൻ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഒരു കുറ്റബോധമല്ലേ? ഞാൻ ഇനിയും പറയും. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. വരുന്നവർ മോഹിനിയാകണമെന്നൊരു അഭിപ്രായം ഉണ്ടെന്ന് ഈ പല ആൾക്കാർക്കും അതില്ല എന്ന് പറയുന്നു. മോഹിനിയാട്ടം നടത്തുന്ന മേഡം സുന്ദരിയാണ്, മോഹിനിയാണെന്ന് മേഡത്തിന് അഭിപ്രായം ഉണ്ടോ? അത് മേഡം തീരുമാനിച്ചാൽ അല്ല. ഞാൻ ഇപ്പൊ 66 വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കണില്ലേ? അത് വ്യത്യാസം കാണിക്കുന്നതും നിറവ്യത്യാസം കാണിക്കുന്നതും ഒരു കലാകാരിക്ക് ചേരുന്നതാണോ? പിന്നെന്താ ചേരാത്ത? എന്താടാ കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല? പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞ മോൾ മത്സരത്തിന് പോകണ്ട, ഒരു തൊഴിൽ പഠിച്ചോ. പഠിച്ച് നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് നീയാണല്ലോ കോടതി. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. ഇതെന്റെ വീടാ, മനസ്സിലായില്ല? ഇതെന്റെ വീടാ, ഇതെന്റെ വീടാ. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങൾ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്റെ തെളിവുണ്ട്. പറയില്ല. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന്. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? എന്തിനു വന്നു? പറയാള് കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോണം. ഞാൻ പറയണതിന്റെ മറുപടി കേട്ടിട്ട് പോണം. അല്ലേ വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് പല്ല് പാകാച്ചിട്ടുണ്ടാക്കിയേ. ഓൾഡ് ബാഗ് പിക്കിൾസ് അന്വേഷിക്കണം. പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? രാമോ, നീ വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേക്കണോ നിങ്ങൾക്ക്? കേക്കണം. ഞാൻ പാട്ട് പാടുന്നത് കേക്കണോ നിങ്ങൾക്ക്? അറിയൊന്നു സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചി കിച്ചി. ഹോ, ബൈ ബൈ. അല്ല, നിങ്ങൾ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ടാൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ നിർത്തി? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല വല്ല നിയമമാണ്? നീയൊന്ന് പോടി കൊച്ചേ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം.